നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഉത്രാടം നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഉത്രാടം നക്ഷത്രക്കാരുടെ ഉത്രാട നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആരായിരുന്നു എന്ന വിഷയമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ഈ ഉത്രാട നക്ഷത്രക്കാർ ആരായിരുന്നു, ഇവരുടെ പൂർവജന്മ രഹസ്യം എന്താണ്, അതാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത്. ഈ വീഡിയോ വിശ്വാസികൾക്കുള്ള ഒരു വീഡിയോ ആണ്. അവിശ്വാസികൾ ഇത് കാണണ്ട. കാരണം അവർ പറയും ഞാനിത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനൊരു മുൻജന്മം ഇല്ല, ആൾക്കാർക്ക് പുനർജന്മം ഇല്ല, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വിശ്വസിപ്പിച്ച് അല്ലെങ്കിൽ അത് പറയുന്നതൊക്കെ അന്ധവിശ്വാസമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഞാൻ പറയുന്ന കാര്യമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിഷന്മാർ ജ്യോതിഷ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ പൂർവജന്മത്തെ പറ്റി പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവജന്മ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ പൂർവജന്മം നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ്. അപ്പൊ വെറുതെ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് പറയാൻ പറ്റൂലല്ലോ. അതിന് ചില കാരണങ്ങൾ ഉണ്ടാവണമല്ലോ. അപ്പൊ ആ കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പൂർവ്വജന്മത്തിൽ ഇവരാരായിരുന്നു എന്ന് പറയാം. അപ്പൊ ഇവരുടെ പൂർവ്വജന്മ കാര്യം എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അതിക്ക് മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും നിങ്ങളോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അപ്പോ ഇത് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ ജാതകത്തിലെ 5-ാം ഭാവം കൊണ്ടും 9-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടും നമുക്കത് ചിന്തിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഈ പറയുന്നത് ഇതൊരു സാമാന്യമായ ഫലമാണ്. അതായത് ഉത്രാട നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ഒരു സാമാന്യ ഫലം. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിച്ചാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. കാരണം ഓരോരുത്തരും ഓരോ ലഗ്നത്തിലും ഓരോ സമയത്തിലൊക്കെയല്ലേ ജനിക്കുന്നത്. അവർക്കത് വ്യത്യസ്തമായിട്ട് വരാം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗോചരപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഉത്രാട നക്ഷത്രക്കാരുടെ ഒരു സാമാന്യമായ മുൻജന്മ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഒരു ജാതകത്തിലെ ഗ്രഹനിലയാണ് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നോക്കേണ്ടത്. അതിലെ ഭാവങ്ങളാണ് പ്രത്യേകിച്ച് നോക്കേണ്ടത്. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളിൽ പ്രത്യേകിച്ച് വേഴത്തിന്റെയും കേതുവിന്റെയൊക്കെ സ്ഥിതി കൂടി ഒന്ന് നോക്കണം. എന്നാലേ ഇതൊക്കെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കണം. എന്നാലേ ഇതിൽ പറയുന്ന കാര്യങ്ങളും അത് ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വീഡിയോ കഴിയുന്നതും മുഴുവനായി കാണാൻ ശ്രമിക്കാം. അപ്പൊ ഞാൻ ഉത്രാട നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആരായിരുന്നു എന്ന് പറയാം. ഈ നക്ഷത്രം ധനുരാശിയിലും മകരം രാശിയിലുമായി വരുന്ന നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന്റെ അധിപനാരാണ്? സൂര്യനാണ്. സൂര്യദേവനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. ഇതിന്റെ ദേവതകള് വിശ്വദേവതകളാണ്. അതായത് 10 ഗുണങ്ങളുടെ ദേവന്മാർ എന്ന് പറയും ഇവരെ. 10 ഗുണങ്ങളുടെ ദേവന്മാർ, വിശ്വദേവതകൾ എന്നാണ് അവരെ പറയുന്നത്. ഇവർ ഈ ഉത്രാട നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ സത്യം, ധർമ്മം, കാരുണ്യം തുടങ്ങിയ ഉന്നതമായുള്ള മൂല്യങ്ങൾ പാലിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് വേണം കരുതാൻ.
വിജയങ്ങൾ ഇവർക്ക് തുടർച്ചയായി ഉണ്ടാവുന്നതുമാണ്. ഇവർക്ക് ഇപ്പൊ ഈ ജന്മത്തില് ഇവർക്ക് വിജയങ്ങൾ തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്യും. മുൻ ജന്മത്തിൽ ഇങ്ങനെ ജീവിച്ചിരുന്നവരും ആണ് ഇവര്. ഇവരുടെ 5ാം ഭാവം എന്ന് പറയുന്നത് മേടം, മേടവം. ഇവ ചൊവ്വയുടെയും ശുക്രന്റെയും രാശികളാണ്. മുൻ ജന്മത്തിൽ ഇത് വെച്ച് നോക്കുമ്പോൾ മുൻ ജന്മത്തിൽ ഇവർ മികച്ച ഭരണാധികാരികളോ പ്രഭുക്കന്മാരോ തന്റെ ഇടത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ. ഇവരുടെ 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ അത് ചിങ്ങം കന്നിയാണ് ഇവരുടെ 9ാം ഭാവം. ഇവരുടെ 9ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ തേജസ്വികളും ആരെയും കൂസാത്തവരും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരും മറ്റുള്ളവരുടെ പരാശ്രയം കൂടാതെ സ്വന്തമായുള്ള അധ്വാനം കൊണ്ട് ജീവിച്ചിരുന്നവരുമായിരുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. ഇവരുടെ 9ാം ഭാവം കൊണ്ട് മനസ്സിലായോ? ഇവർ സ്വന്തമായി നല്ല ഒരു വ്യക്തിത്വമുള്ളവരായിരുന്നു. മറ്റുള്ളവരുടെ പരാശ്രയമൊന്നും കൂടാതെ ജീവിച്ചിരുന്നവരായിരുന്നു ഇവർ. നല്ല തേജസ്വികളും അറിവുള്ളവരുമായിരുന്നവർ. ഇവരാരെയും പെട്ടെന്ന് കൂസാതെ, അതായത് ആരുടെ മുമ്പിലും തലകുനിക്കാതെ ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, അതായത് വൃശ്ചികം, ധനു, ഇതാണ് 12ാം ഭാവം. അങ്ങനെ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലത്ത് ഇവർ ആത്മീയ ചിന്തകളിലൂടെ സമൂഹത്തിന് വഴികാട്ടികളായിരുന്നവരാണ് ഇവർ. മനസ്സിലായ? അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ അവസാന കാലത്ത് ഇവർ വളരെ സമൂഹത്തിന് വേണ്ടി ആത്മീയ ചിന്തകൾ പ്രചരിപ്പിച്ചിരുന്നവരും സമൂഹത്തിന് വേണ്ടി അവർ അത് വഴികാട്ടികളായി നിന്നവരുമാണ്. ചുരുക്കി പറഞ്ഞാൽ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒരുപോലെ വില നൽകിയിരുന്ന മാന്യന്മാരായ വ്യക്തികളാണ് ഈ ഉത്രാടം നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ. വരും തലമുറക്ക് വേണ്ടി പുണ്യപ്രവർത്തികൾ ചെയ്തിരുന്നതായും കാണാം ഇവർ. സത്യം മാത്രം പറയുന്ന എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു വ്യക്തികളായിരുന്നു ഈ ഉത്രാടം നക്ഷത്രക്കാർ. മുൻജന്മത്തിൽ ഇവർ പാലിച്ച ആചാരങ്ങളും മൂല്യങ്ങളുമാണ് ഈ ജന്മത്തിലും ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഇതാണ് മൂലം നക്ഷത്രക്കാരുടെ മുൻജന്മ രഹസ്യങ്ങൾ അല്ലെങ്കിൽ മുൻജന്മ കാര്യങ്ങൾ. ഇതാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.